Today we move to our next module, module 2. Let's see the syllabus. The syllabus includes basic concepts of total quality management. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിലായിട്ട് എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ക്വാളിറ്റി എന്താണ്, ക്വാളിറ്റി ഗുരൂസ്, അവരുടെ ഫിലോസഫി, ദെൻ തഗുഷി ലോസ് ഫംഗ്ഷൻ, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ മൊഡ്യൂൾ 2 സിലബസിൽ ഫസ്റ്റ് എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, എവല്യൂഷൻ ഓഫ് TQM നമ്മൾ ഓൾറെഡി മോഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തു. Then TQM framework, barriers to TQM, then principles of TQM, quality statements, customer focus, customer orientation, customer satisfaction, customer complaints, customer retention, then total quality control എന്താണ്, total waste elimination എന്താണ്, types of waste എന്താണ്, employee involvement എന്താണ്. ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ നോക്കുക. ദെൻ TQM എന്താണ്, TQMനെ കുറിച്ചുള്ള ഡെഫിനേഷൻ ISO തരുന്നതാണ്. ദ മാനേജ്മെൻറ്റ് അപ്രോച്ച് ഓഫ് ആൻ ഓർഗനൈസേഷൻ സെൻറ്റേഡ് ഓൺ ക്വാളിറ്റി ബേസ്ഡ് ഓൺ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് എയിമിംഗ് അറ്റ് ലോങ് ടൈം സക്സസ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ബെനഫിറ്റ്സ് ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ടു സൊസൈറ്റി. ഈ ഒരു ഡെഫിനേഷനിൽ തന്നെ TQM എന്താണ് എന്നുള്ളതുണ്ട്. TQM എന്ന് പറയുന്ന അപ്രോച്ച് ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്, സെൻറ്റേഡ് ഓൺ ക്വാളിറ്റി. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള TQMൻ്റെ ഒന്നാണ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ. ദെൻ എയിമിംഗ് അറ്റ് ലോങ് ടൈം സക്സസ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തിച്ചേരുന്നു. ആൻഡ് ബെനഫിറ്റ്സ് ടു ഓൾ മെമ്പേഴ്സ്. അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, ഓർഗനൈസേഷനുള്ള എല്ലാ മെമ്പേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം അത് ബെനഫിറ്റ് ആകുന്ന രീതിയിലേക്ക് മാറുന്നു. ദാറ്റ്സ് TQM. ദെൻ ഡെനിസസ് തഷ്കിയാണ് പറയുന്നത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഈസ് എ സ്ട്രക്ചേർഡ് സിസ്റ്റം ഫോർ ഡിലൈറ്റിംഗ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. ഇപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയുള്ളതാണ് ഈ സിസ്റ്റം? ഡിലൈറ്റിംഗ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. എന്തിനു വേണ്ടിയാണ്? ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിനെയും എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെയും ഹാപ്പി ആക്കുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് TQM. എങ്ങനെ അത് ചെയ്യും? ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദ ബിസിനസ് എൻവയൺമെൻറ്റ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. അപ്പോൾ എങ്ങനെ ചെയ്യും? ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദ ബിസിനസ് എൻവയൺമെൻറ്റ്. അപ്പോൾ എന്താണോ ആ ബിസിനസ് കൾച്ചർ, ആ കൾച്ചർ TQM എന്ന കൾച്ചറിലേക്ക് വരുമ്പോൾ അത് വ്യത്യാസമാകുന്നു. മീൻസ് അവിടെ എംപ്ലോയീസ് ഇൻവോൾവ്മെൻറ്റ് അവിടെ വരും, അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ഒരു കൂട്ടായ പാർട്ടിസിപ്പേഷൻ വരും, ടീം വർക്ക് വരും. അത്തരത്തിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറാണ്, ഒരു ബിസിനസ് കൾച്ചറാണ് TQM. ദെൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് TQMൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒന്നാണ്. ഇംപ്രൂവ് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്രൂവ്മെൻറ്റ്. ദെൻ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഒരു ടീം വർക്കായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് TQM. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് TQMൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ദെൻ വാട്ട് ഈസ് TQM? എ മാനേജ്മെൻറ്റ് ഫിലോസഫി ദാറ്റ് ക്വാളിറ്റി ആൻഡ് കസ്റ്റമേഴ്സ് ആർ ഫണ്ടമെൻ്റൽ ബിസിനസ് പ്രിൻസിപ്പിൾസ് ഫോർ ദ കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഒന്നെന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. ആ കസ്റ്റമർ അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, ഇൻറ്റേർണൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക, എക്സ്റ്റേണൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക. ദെൻ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും? ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുകൊണ്ട് പ്രോഡക്റ്റ്സ് സർവീസൊക്കെ ചെയ്തുകൊണ്ട് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇൻറ്റേർണൽ ആയിട്ടുള്ള കസ്റ്റമറിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു? എഫക്റ്റീവായിട്ടുള്ള എംപ്ലോയി എംപവർമെൻറ്റ്, എംപ്ലോയി മോട്ടിവേഷനിലൂടെയൊക്കെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ്, കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ് TQM. Then TQM aims at continuous improvement through systematic
കമ്പനി വൈഡ് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ടീം വർക്ക്. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പലതവണ ഫസ്റ്റ് മോഡ്യൂളൊക്കെ ആയിട്ട് നമ്മൾ കേട്ട ഒരു പോയിൻ്റ് ആയിരിക്കും. TQM എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, നെവർ എൻഡിങ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക എങ്ങനെ? ത്രൂ സിസ്റ്റമാറ്റിക് കമ്പനി വൈഡ് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ടീം വർക്ക്. എംപ്ലോയി ഇൻവോൾവ്മെൻറ്റിലൂടെ ടീം വർക്കിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ഒരു ഓർഗനൈസേഷനിലുള്ള മെത്തേഡ്സ്, പ്രോസസ്സ്, ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികൾ എല്ലാത്തിനെയും ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ ദാറ്റ് വിൽ ഡെലിവർ ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. അപ്പോൾ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് എഫക്റ്റീവായിട്ടുള്ളൊരു ടീം വർക്കിലൂടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ഡെലിവർ ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. അതുകൊണ്ട് എന്താ ഗുണം? ദാറ്റ് വിൽ സാറ്റിസ്ഫൈ ദ കസ്റ്റമർ. ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ്. അപ്പോൾ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ മാക്സിമം പറ്റുന്നു, കമ്പനി അറ്റ് ദ മിനിമം കോസ്റ്റ്. അപ്പോൾ അതിനുള്ള ഒരു അപ്രോച്ചാണ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന ഈ 3 വേർഡ്സ് നമ്മളതിനെ 3ആയിട്ട് കാണുന്നു. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ടോട്ടൽ മീൻസ് എവ്രി വൺ. TQM നമ്മൾ കണ്ടു എല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് ആണ്, എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് ഔട്ട്പുട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട്. സോ TQM അപ്രോച്ച് തന്നെ എവരി വൺ ഈസ് ഇൻവോൾവ് ഇൻ ദ ക്വാളിറ്റി ഓറിയൻറ്റഡ് പ്രോഗ്രാം. അപ്പം അതുകൊണ്ട് ഒരാളുടെയോ ഒരു സെക്ഷൻ്റെയോ ഒരു ഡിപ്പാർട്ട്മെൻറ്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല, ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോസസ്സ്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളത്. സോ അതുകൊണ്ട് TQM ടോട്ടൽ എന്ന് പറയുന്നത് എവ്രി വൺ, ഒരു ഓർഗനൈസേഷനുള്ള എല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് ആണ്. ദെൻ ക്വാളിറ്റി. വാട്ട് ഈസ് ക്വാളിറ്റി? നമ്മൾ കണ്ടു ഫസ്റ്റ് മോഡ്യൂളിൽ. ഡിഗ്രി ഓഫ് എക്സലൻസ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് പ്രൊവൈഡ്സ്. ഒരു പ്രോഡക്റ്റ് അത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്, ഒരു സർവീസ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്, അതുകൂടാതെ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഓരോ പ്രോസസ്സും ഓരോ മെത്തേഡ്സും എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്ന് തീരുമാനിക്കുന്നു. ആ ക്വാളിറ്റിയുടെ എൻഡ് റിസൾട്ടാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ആ എൻഡ് റിസൾട്ടാണ് മാർക്കറ്റിലുള്ള ഒരു കമ്പനിയുടെ സ്ഥാനവും ആ കമ്പനിയുടെ പ്രോഫിറ്റുകളും. ദെൻ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ആ ഓർഗനൈസേഷനിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെങ്കിൽ ക്രോസ്ബി പറയുന്ന പോലെ പ്രൈസ് ഓഫ് നോൺ കൺഫോർമൻസ് എന്ന് പറയുന്നത് ഓർ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഏറ്റവും മിനിമത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ദെൻ മാനേജ്മെൻറ്റ്. ഈ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് അത് ഡെലിവർ ചെയ്യണമെങ്കിൽ ഈ എഫക്റ്റീവായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ, എല്ലാത്തിലും ഒരു ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് ആ ഗോളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ മാറ്റാൻ ഒക്കെ ഒരു മാനേജ്മെൻറ്റ് വേണം. TQM എഫക്റ്റീവായിട്ട് റൺ ചെയ്യണമെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് വേണം. വിത്തൗട്ട് എ മാനേജ്മെൻറ്റ്, വിത്തൗട്ട് ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ്, TQM എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ടൊരു ഓർഗനൈസേഷനിൽ റൺ ചെയ്യാൻ സാധിക്കില്ല. സോ എന്തിനാണ് മാനേജ്മെൻറ്റ്? ആർട്ട് ഓഫ് ഓർഗനൈസിങ്, കൺട്രോളിങ്, പ്ലാനിങ്, ഡയറക്റ്റിംഗ് ഫോർ വാട്ട്? ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. അപ്പോൾ ഓർഗനൈസ് ചെയ്യണം, ക്വാളിറ്റി പ്ലാൻ ചെയ്യണം, കൺട്രോൾ ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം. ഇതാണൊരു മാനേജ്മെൻറ്റ് ഉത്തരവാദിത്വം. എന്തിനു വേണ്ടി? ടു അച്ചീവ് ദ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. എന്താണോ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ, എന്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഒരു മാനേജ്മെൻറ്റ് വേണം. സോ ഈ മാനേജ്മെൻറ്റ് TQM എന്ന അപ്രോച്ച് സ്വീകരിച്ച്, TQM പ്രിൻസിപ്പിൾ സ്വീകരിച്ച് അത് ഓർഗനൈസേഷൻ വൈഡായിട്ട് ആ അപ്രോച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ റൺ ചെയ്യണം. ഇതിനൊക്കെ ഒരു മാനേജ്മെൻറ്റ് സപ്പോർട്ട് ആവശ്യമാണ്. സോ TQM അതാണ്, എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് വേണം, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒന്നിലേക്ക് എത്തിച്ചേരണം,
ഇതിനൊക്കെ ഒരു മാനേജ്മെൻറ്റ് സപ്പോർട്ട് വേണം. ഫണ്ടമെൻ്റലി ദ ഫിലോസഫി ഓഫ് TQM ഈസ് ദ യൂസ് ഓഫ് ടീംസ്. TQM എന്ന് പറയുന്നത് എപ്പോഴും ടീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമൺ ഗോളിലേക്കുള്ള ഒരു വർക്കാണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ടീം ടൈപ്സ് ഓഫ് ടീമൊക്കെ കാണാം. ദ എസൻസ് ഓഫ് TQM ഈസ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രോസസ്. TQMൻ്റെ അടുത്ത മേജറായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻ്റ് ആണ്. നെവർ എൻഡിങ് ഇംപ്രൂവ്മെൻറ്റ്. സ്ഥിരമായിട്ട് ഒന്നിൽ തന്നെ നിൽക്കുക എന്നുള്ളതല്ല, ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ഓർഗനൈസേഷനിലെ പ്രോസസ്സ്, മെത്തഡോളജീസ്, ഒരു പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, ഒരു സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഇംപ്രൂവ് ചെയ്യുക. എവിടെയെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടാകും, ഒരു സ്പേസ് ഉണ്ടാകും ഇംപ്രൂവ് ചെയ്യാനുള്ളത്. അത് കണ്ടെത്തുക, ഇംപ്രൂവ് ചെയ്യുക. Then the foundation of carrying out process is the employees involved in the process. ഒരു പ്രോസസ്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എംപ്ലോയി ഇൻവോൾവ്മെൻ്റ് ആണ്. TQM എന്ന് പറയുന്നത് ഒരു സക്സസ്സായി മാറുന്നത് എഫക്റ്റീവായിട്ടുള്ളൊരു ടീം വർക്കാണ്. അവിടെ ആ ടീംസിൽ എംപ്ലോയീസ് ഉണ്ടാകും, അവർ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും, അവരെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒന്നിലേക്കാണ് TQM ഒരു ഓർഗനൈസേഷനെ നയിക്കുക. Then for the TQM to be successful, the management must give encouragement to the employees to share their ideas and to act on them. അപ്പോൾ TQM എപ്പോഴും ഒരാൾ മാത്രം നടത്തിക്കൊണ്ട് പോകുന്ന ഒന്നല്ല, എല്ലാവരും ചേർന്ന് കോമൺ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് TQM. അപ്പോൾ TQMൻ്റെ അപ്രോച്ച് തന്നെ എംപ്ലോയീസ് അവരുടെ ഐഡിയാസ് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാം, അവരും ടോപ്പ് മാനേജ്മെൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകും. ഇതൊക്കെ TQMൻ്റെ ഐഡിയാസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനെ എംപവർ ചെയ്തെടുക്കണം, എംപ്ലോയീസിൻ്റെ സ്കിൽസ് ആഡ് ചെയ്യാം. അപ്പം ഇത്തരത്തിൽ TQMൻ്റെ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്ന മൂലം കമ്പനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അതുവഴി കിട്ടും. കമ്പനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്പേസുകൾ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാവും. ദെൻ ഇതെല്ലാം TQMനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളാണ്. TQM പ്രോസസ് റിക്വയേഴ്സ് ഹൈ ഡിഗ്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോണ്ടാക്ട് റെസ്പോൺസ് ആൻഡ് അഡാപ്റ്റേഷൻ, കോർഡിനേഷൻ ആൻഡ് സീക്വൻസിങ്. TQM എന്ന് പറയുന്നത് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീം ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം, ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ടോപ്പ് ലെവലും ബോട്ടം ലെവലും മിഡിൽ ലെവലും ഒക്കെ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അതുമാത്രമല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സും സപ്ലൈസും ആയിട്ടുള്ളൊരു നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം കമ്മ്യൂണിക്കേഷനാണ് ഒരു നല്ല റിലേഷൻഷിപ്പിൻ്റെ സ്ട്രോങ്നെസ് തീരുമാനിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുമോ വീക്ക് ആവുമോ എന്നുള്ളത് നല്ലൊരു കമ്മ്യൂണിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇൻ ദ സെയിം വേ TQM എന്ന് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. Then TQM is an approach by the employer for long-term success of an organization through customer satisfaction. ഇപ്പോൾ ലോങ് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് TQM. ആ TQMൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻഡ് ഗോൾ എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ തിരിച്ച് റിട്ടേൺ ആയിട്ട് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് വരും. സോ TQM only focus the customer satisfaction and the end result will come to the organization in the form of returns. Then in TQM, all the members of the organization participate in improving process, product, service. നമ്മൾ ഓൾറെഡി പറഞ്ഞു TQMൻ്റെ മെയിൻ ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് എല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് ആണ്. Then TQM in the form of statistical quality controls was invented by വാൾട്ടർ. അപ്പോൾ TQMൽ തന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നു. കാരണം ക്വാളിറ്റി കൺട്രോൾ ചെയ്യണമെങ്കിൽ മാത്രമേ, അതിനുള്ള ടൂളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി മെഷർ ചെയ്യാൻ പറ്റൂ ഒരു പ്രോസസ്സിൻ്റെ ഒരു മെത്തേഡിൻ്റെ. സോ അതുകൊണ്ട് ക്വാളിറ്റി കൺട്രോൾ ടൂൾസുകൾ വേണം. അപ്പോൾ അതിൽ കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ടൂൾസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ കൂടുതലും വാൾട്ടർ പോലുള്ള ക്വാളിറ്റി ഗുരൂസ് ഡിസൈൻ ചെയ്ത ടൂളുകളായിരിക്കും. ദെൻ വൈ TQM? എന്തിനാണ് TQM? അപ്പോൾ നമ്മൾ മോഡ്യൂൾ 1ലും മോഡ്യൂൾ 2ൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ പഠിച്ചപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിക്കാണും എന്തിനാണ് TQM.
അതിനുള്ള ഒരേ ഒരു ആൻസർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തണം. കാരണം ഏതൊരു ഓർഗനൈസേഷനും ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ഒരു കസ്റ്റമറിനെ ഉദ്ദേശിച്ചായിരിക്കും. കാരണം കസ്റ്റമറാണ് അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരം. കാരണം വിത്തൗട്ട് കസ്റ്റമർ ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സർവൈവ് ചെയ്യണമെങ്കിൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. സോ അതിന് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഫീച്ചേഴ്സുള്ള ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിൽ എത്തിച്ചുകൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട കുറേ കാര്യങ്ങൾ, കുറേ മെത്തഡോളജീസ്, അപ്രോച്ചസ്, അതെല്ലാമാണ് TQM പറയുന്നത്. അതായത് എംപ്ലോയിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി ചെയ്യണം, കസ്റ്റമറുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ അറിയണം തുടങ്ങിയുള്ള ബേസിക് കൺസെപ്റ്റുകൾ എല്ലാം TQMൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ TQMൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതോടൊപ്പം തന്നെ ഇൻ റിട്ടേൺ ഓർഗനൈസേഷനും ഹാപ്പിയാവും. വൈ TQM? സ്ട്രെങ്തൻ കോമ്പറ്റിറ്റീവ് പൊസിഷൻ. ഒരേ പ്രോഡക്റ്റ് ഇറക്കുന്ന ഒരുപാട് കമ്പനികൾക്കിടയിൽ, ഒരുപാട് ഓർഗനൈസേഷനിടയിൽ ഓരോ ഓർഗനൈസേഷന് വേറിട്ട് നിൽക്കാൻ അവരുടെ പ്രോഡക്റ്റ് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിച്ചുകൊണ്ട് മാർക്കറ്റിൽ അവരുടേതായ ഒരു സ്ഥാനം അവർക്ക് ഉറപ്പിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ക്വാളിറ്റി അവർക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. അതിന് TQM ഒരു പരിധിവരെ സഹായിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ TQM ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ കമ്പനിയിൽ വരും. അപ്പം അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനുണ്ട്. ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യണമെങ്കിൽ TQM എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഹെൽപ്ഫുള്ളാണ്. സെക്കൻഡ് പോയിന്റ്, അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ചിങ് ഓർ എമേർജിങ് മാർക്കറ്റ് കണ്ടീഷൻ. പുതിയ മാർക്കറ്റിലുണ്ടാകുന്ന ചേഞ്ചുകൾ കസ്റ്റമേഴ്സിന്, നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സിൻ്റെ ഫ്യൂച്ചർ നീഡ്സും കറണ്ട് നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി. കാരണം കസ്റ്റമറാണ് അൾട്ടിമേറ്റ് ആയിട്ടും ഒരു മാർക്കറ്റിൽ ഒരു കമ്പനി വിൻ ചെയ്യണോ അതോ തോറ്റു പോകണമോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ നീഡ്സ് എല്ലാം അറിയണം. ടൈമിനനുസരിച്ച് മാറുന്ന കസ്റ്റമറുടെ ക്വാളിറ്റിക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ക്വാളിറ്റി എന്ന് പറയുന്ന കസ്റ്റമറുടെ ആഗ്രഹങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ടൈം ഡിപ്പെൻഡൻ്റ് ആണ് ക്വാളിറ്റി എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ നീഡ്സുകൾ മാറിക്കൊണ്ടേയിരിക്കുക. ഈ ഫ്യൂച്ചർ നീഡ്സ് അല്ലെങ്കിൽ മാർക്കറ്റിലുണ്ടാകുന്ന ചേഞ്ചുകൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ TQM എന്ന് പറയുന്ന ഒരു അപ്രോച്ച് വളരെ ഹെൽപ്ഫുള്ളാണ്. സോ അതാണ് TQMനെ സ്വീകരിക്കുന്നതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ചിങ് ഓർ എമർജിങ് മാർക്കറ്റ് കണ്ടീഷൻ. ദെൻ ഹയർ പ്രൊഡക്ടിവിറ്റി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എംപ്ലോയീസിനെ മാക്സിമം കംഫർട്ടാക്കിക്കൊണ്ട് അവരുടെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഹൈ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലെവലിലേക്ക് അവർക്ക് എത്തിക്കാൻ സാധിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് TQM. ദെൻ അവിടെ ഷുവറായിട്ടും പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുന്നു. ദെൻ ഇതെല്ലാം TQM എന്തുകൊണ്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ്. എൻഹാൻസ് ദി മാർക്കറ്റ് ഇമേജ്. ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ TQM ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് മാർക്കറ്റിൽ നല്ലൊരു ഇമേജ് അവർക്കുണ്ടാവും. കാരണം അവരുടെ പ്രോഡക്റ്റിന് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. അത് കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു ബ്രാൻഡ്, ആ ഒരു കമ്പനിക്ക് അവരുടേതായ ഒരു ഇമേജ് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ദെൻ എലിമിനേഷൻ ഓഫ് ഡിഫെക്ട്സ് ആൻഡ് വേസ്റ്റ്. TQM അപ്രോച്ചിലൂടെ വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വേസ്റ്റ് എന്നുള്ളത് നമ്മൾ ഈ മോഡ്യൂളിൻ്റെ അവസാനം പഠിക്കും. വേസ്റ്റ്, അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഫെയിലിയേഴ്സ്, അത് മിനിമൈസ് ചെയ്യാൻ പറ്റും. ദെൻ റെഡ്യൂസ്ഡ് കോസ്റ്റ് ആൻഡ് ബെറ്റർ കോസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആവശ്യമില്ലാതെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് കുറഞ്ഞ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് കസ്റ്റമർ ആഗ്രഹിക്കുന്നത്. സോ ആ ലെവലിലേക്ക് കമ്പനിയെ എത്തിക്കാൻ TQMന് സാധിക്കുന്നു. ദെൻ ഹയർ പ്രോഫിറ്റബിലിറ്റി. ഞാൻ പറഞ്ഞു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് TQMൻ്റെ ലക്ഷ്യം. സോ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചാൽ റിട്ടേൺ ആയിട്ട് പ്രോഫിറ്റ് ഉറപ്പായിട്ടും ഓർഗനൈസേഷനിലേക്ക് വരും. ദെൻ ഇംപ്രൂവ്ഡ് കസ്റ്റമർ ഫോക്കസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അത് പറയേണ്ട കാര്യമില്ല. TQMൻ്റെ എയിം തന്നെ, ഒബ്ജക്റ്റീവ് തന്നെ കസ്റ്റമർ ഫോക്കസ് ആൻഡ് സാറ്റിസ്ഫാക്ഷനാണ്. എഫക്റ്റീവായിട്ടുള്ള കസ്റ്റമർ ഫോക്കസും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെയും ഒരു ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ റൺ ചെയ്യാൻ സാധിക്കും.
ദെൻ ഇൻക്രീസ് ദ കസ്റ്റമർ ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. ഈ കസ്റ്റമർ ലോയൽറ്റി എന്താണ്, റിട്ടൻഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ എനിവേ കസ്റ്റമർ അവർക്ക് കൊടുക്കുന്ന ഒരു വില, അതോടൊപ്പം തന്നെ കസ്റ്റമറിനെ ഒരു പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലേക്ക് പിടിച്ചു നിർത്തുന്നു. സ്ഥിരമായിട്ടൊരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെ സാധിക്കണമെങ്കിൽ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകണം. അത് TQMലൂടെ സാധിക്കുന്നു. ദെൻ ഇൻക്രീസ് ദ ജോബ് സെക്യൂരിറ്റി ഫോർ എംപ്ലോയീസ്, ഇംപ്രൂവ്ഡ് എംപ്ലോയി മോറലെ, എൻഹാൻസ് ദ ഷെയർ ഹോൾഡർ ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ വാല്യൂ, ഇംപ്രൂവ്ഡ് ആൻഡ് ഇന്നോവേറ്റീവ് പ്രോസസ്. ഇതാണ് അടുത്ത TQMൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, ഇംപ്രൂവ്ഡ് ആൻഡ് ഇന്നോവേറ്റീവ് പ്രോസസ്. TQM എപ്പോഴും പറയുന്നത് ഇന്നോവേറ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഒരു മെത്തേഡ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാം. ആ ഇംപ്രൂവ് ചെയ്യുന്നത് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ട് ആ പ്രോസസ്സിനെ എൻ്റയർ ആയിട്ട് ചേഞ്ച് പുതിയ ഒന്നിലേക്ക്, ആ പുതിയ ഒന്നെന്ന് പറയുന്നത് മാക്സിമം പ്രൊഡക്ടിവിറ്റിയും മാക്സിമം എഫിഷ്യൻസിയും കിട്ടുന്ന എന്നാൽ മിനിമം വേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു രീതി, അതിലേക്ക് എത്തുക. അപ്പോൾ അതൊക്കെയാണ് TQMൻ്റെ അപ്രോച്ച്. ദെൻ TQM ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യവും അതല്ല, ഒരു പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. TQM എന്ന് പറയുന്നത് മെയിനായിട്ടും കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. എന്നാൽ TQMന് മുമ്പ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പ്രോഡക്റ്റാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. മറിച്ച് TQM എന്ന് പറയുന്നത് ഫുള്ള് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. TQM എന്ന് പറയുന്നത് എപ്പോഴും ലോങ് ടൈം ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഒരു കുറച്ച് നാളത്തേക്കുള്ളതല്ല, അത് ലോങ് ടൈം റൺ ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചർ തന്നെ മാറ്റി ക്വാളിറ്റിയിൽ അധിഷ്ഠിതമായ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുക എന്ന ലെവലിലേക്ക് മാറുന്നു. ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇത് ക്വാളിറ്റി കൺട്രോൾ. അതായത് TQM അപ്രോച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. മറിച്ച് പ്രീവിയസ് സ്റ്റേറ്റിൽ അത് ഉത്തരവാദിത്തം ഒരു സെക്ഷൻ, ഒരു ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതായിട്ട് മാത്രം മാറുന്നു. ഇനി TQMൽ മാനേജർ, ടോപ്പ് മാനേജ്മെൻറ്റ്, സീനിയേഴ്സ് അങ്ങനെയുള്ള ഒരു അപ്രോച്ച് ഇല്ല. മറിച്ച് ടീംസ്, വി ആർ ടീംസ്. നമ്മളൊരു ടീമാണ്, നമുക്കൊരു ലീഡറുണ്ട്, ആ ലീഡർ നമ്മളെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു അപ്രോച്ചായിരിക്കും TQMലുള്ളത്. മറിച്ച് പ്രീവിയസ് സ്റ്റേറ്റിൽ മാനേജറുണ്ട്, മാനേജറുടെ അടിയിൽ എംപ്ലോയീസ് വരുന്നു, മാനേജറായ ബോയ്സ് ഉണ്ട്, മാനേജർക്ക് ആ ലെവലിലുള്ള ആൾക്കാരുമായിട്ടാണ് ഡിസ്കഷൻ ഉണ്ടാവുക. മറിച്ച് ബോട്ടം ലെവലുമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടാവില്ല. പക്ഷെ TQM അങ്ങനെയല്ല, എല്ലാവരും ഇൻവോൾവ് ചെയ്യണം, എല്ലാവരും ഒരു ടീമായിട്ട് ഒരു കോമൺ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെയാണ് ആ ഒരു വ്യത്യാസം. ദെൻ അടുത്തത് TQM എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അത് കുറേ ഫിലോസഫി മാത്രമല്ല, അതൊരു സയൻറ്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്, കമ്പനി വൈഡായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു അപ്രോച്ചാണ്. TQM ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇത് കമ്പനി വൈഡായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ബേസ് ഉള്ള ഒരു അപ്രോച്ചാണ് TQM. Then a company is devoted to customers through its products and service. അപ്പോൾ അതാണ് TQM ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റുകൾ കൊണ്ട്, അവരുടെ സർവീസ് കൊണ്ട് ഒരു കസ്റ്റമറിനെ മാക്സിമം ഹാപ്പി ആക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. താങ്ക് യു.